KV ജേക്കബ്, ഞങ്ങളുടെ ഇച്ചാച്ചൻ, ബന്ധുക്കളുടെ കൊച്ചിച്ചാച്ചൻ, നാട്ടുകാരെ പ്രിയപ്പെട്ട ചാക്കപ്പൻ ചേട്ടൻ 99-ലെ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്താണ് ജനിക്കുന്നത് എന്നാണ് ഇച്ചാച്ചൻ എപ്പോഴും പറയുക. അതായത് 1924 എന്ന ഇംഗ്ലീഷ് വർഷം ജൂലൈ 24-ാം തീയതിയാണ് ചാക്കോ വർക്കി കുന്തറയ്ക്കും അന്ന വർക്കിക്കും അവരുടെ മൂത്ത മകനായിട്ട് ഇച്ചാച്ചൻ ജനിക്കുന്നത്. അതൊരു വെള്ളപ്പൊക്കത്തിൻ്റെ സമയമായിരുന്നു. മലയാളം വർഷം 1099. അതുകൊണ്ടാണ് 99-ലെ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് ജനിച്ചെന്ന് പറയുന്നത്. അന്നത്തെ അവരുടെ വീട് പോലും ആ വെള്ളപ്പൊക്കത്തിൽ ചിതല് കയറി നശിച്ചു പോവുകയും അത് പുതുക്കി പണിയുകയും ആ പുതുക്കി പണിത വീട്ടിലാണ് ഇച്ചാച്ചൻ വളരുന്നതൊക്കെ. ഇച്ചാച്ചനെ മൊത്തമായി 4 പെങ്ങന്മാരും 4 സഹോദരന്മാരുമാണ്. പെങ്ങന്മാര് മേരി, ലില്ലി, ജമ്മക്കുട്ടി, അമ്മിണി. ഇതിലെ ലില്ലിയാണ് സിസ്റ്റർ ഗോരേത്തി എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ സഹോദരന്മാരിൽ ഓനച്ചൻ, വക്കച്ചൻ, അപ്പച്ചൻ, കുര്യച്ചൻ. ഇതിലെ അപ്പച്ചൻ ആണ് ഫാദർ ജോസഫ് കുന്തറ. ഇച്ചാച്ചൻ ഹൈസ്കൂൾ കാലം വരെയും തൈക്കാട്ടുശ്ശേരി സ്കൂളിലാണ് പഠിച്ചത്. കാരണം അന്ന് പാണാവള്ളിയിൽ സ്കൂളില്ലായിരുന്നു. നമ്മളിന്ന് ഈ കാണുന്ന പള്ളി സ്കൂൾ അന്നില്ലായിരുന്നു. ഹൈസ്കൂൾ കാലഘട്ടത്തിൽ വൈക്കത്ത് പോവുകയുണ്ടായി. അവിടെ ഇച്ചാച്ചൻ്റെ വല്യമ്മയുടെ വീട്ടിൽ, അതായത് മാടത്തിൽ കുടുംബത്തിൽ നിന്നുകൊണ്ടാണ് ഇച്ചാച്ചൻ പഠിക്കുന്നത്. അവിടത്തെയാണ് മാടത്തിൽ അച്ഛനൊക്കെയും നമുക്കെല്ലാവർക്കും അറിയാം. ഈ ഒരു ഹൈസ്കൂൾ കാലഘട്ടം മാടത്തിൽ കുടുംബത്തിൽ നിൽക്കുകയും പഠിക്കുകയും ചെയ്തതിന് ശേഷം മെട്രിക്കുലേഷൻ എക്സാം അല്ലെങ്കിൽ അന്നത്തെ 10ാം ക്ലാസ് പരീക്ഷ പാസ്സായി SP കോളേജ് ചങ്ങനാശ്ശേരിയിലേക്ക് ഇന്റർമീഡിയറ്റ് ഡിഗ്രിക്ക് വേണ്ടി പോവുകയുണ്ടായി. ഇന്നത്തെ +2 എന്ന് വിളിക്കുന്നതാണ് അന്നത്തെ ഇന്റർമീഡിയറ്റ് ഡിഗ്രി. അവിടെ സേക്രഡ് ഹാർട്ട് ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. അന്നത്തെ ഹോസ്റ്റലിലെ വാർഡനാണ് പിന്നീട് കാവുക്കാട്ട് ബിഷപ്പ് ആയത്. ഇച്ചാച്ചൻ്റെ പല കഥകളും ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഈ ഹോസ്റ്റൽ ജീവിതകാലത്തെ കുറിച്ചൊക്കെ. അന്ന് കാലത്ത് അവിടുത്തെ ട്രഷറർ ഒരണ കൊടുക്കും. ആ അണയിലാണ് ഇച്ചാച്ചൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് പൂച്ചാക്കിലേക്ക് വള്ളത്തെ വരുന്നത്. അതും ചരക്ക് കൊണ്ടുപോകുന്ന വള്ളത്തേലാണ് വരുന്നത്. ഈ ഇന്റർമീഡിയറ്റ് ഡിഗ്രി 1942 പൂർത്തീകരിച്ച് അതേ വർഷം BCom പഠനത്തിനായിട്ട് സേക്രഡ് ഹാർട്ട് കോളേജ് തേവരയിൽ ചേരുകയുണ്ടായി. വളരെ സുഹൃത്തുക്കളുടെ ഇടയിൽ അറിയപ്പെട്ടിരുന്ന ഒരാളാണ്. കാരണം അന്ന് കാലത്തെ നീന്തലും ഓട്ടവും പല കലാപരിപാടികളിലുമൊക്കെ പങ്കുചേർന്നിരുന്ന ഒരാളാണ്. കാരണം അന്ന് നന്നായി നീന്താൻ അറിയാനും വള്ളമൊക്കെ കുറച്ച് ഓടിക്കും. അപ്പോൾ അവിടുത്തെ വാർഡനായ അച്ഛനെയും കൊണ്ടും സുഹൃത്തുക്കളെയും കൊണ്ടൊക്കെ എറണാകുളത്തെ ആ കായലിലൂടെയൊക്കെ വള്ളത്തെ കൊണ്ടുപോയി സഞ്ചരിപ്പിക്കുകയൊക്കെ ചെയ്യും. അതുമാത്രമല്ല വളരെ സൗഹൃദ പ്രിയനായ ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. അങ്ങനെ 1945 തൻ്റെ BCom പൂർത്തീകരിക്കുകയും ഉടൻ തന്നെ പല കല്യാണ ആലോചനകൾ വരാൻ തുടങ്ങുകയും ചെയ്തു ജീവിതത്തിൽ. നെടുങ്ങാട് നരികുളം കുടുംബത്തിലെ ട്രീസയായിരുന്നു ദൈവം ഇച്ചാച്ചന് വേണ്ടി ഒരുക്കി വെച്ചിരുന്ന വധു. ആന്റണി നരികുളത്തിൻ്റെ ഏറ്റവും ഇളയ കുട്ടിയായിരുന്നു നമ്മൾ അമ്മച്ചി എന്ന് വിളിക്കുന്ന ട്രീസ അല്ലെങ്കിൽ ത്രേസ്യ കുട്ടി. 1946 അവരുടെ വിവാഹം നടക്കുകയുണ്ടായി. അമ്മച്ചിയുടെ ആങ്ങള എഫ്രൈം മൂവാമ്പി നരികുളം ഒരു ഹൈക്കോടതി ലോയറും അന്നത്തെ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ MLCയും ഒക്കെ ആയി. ആ എഫ്രൈമിൻ്റെ മാനേജ്മെൻറ്റിലുള്ള അല്ലെങ്കിൽ ഓണർഷിപ്പിലുള്ള കൈലാസം ഹോട്ടലിൽ വെച്ചായിരുന്നു ഇവരുടെ കല്യാണ റിസപ്ഷൻ. ഇത് എറണാകുളം ബോട്ട് ചെട്ടിക്ക് അടുത്തുള്ള ഒരു ഹോട്ടലാണ്. അന്ന് കാലത്ത് പാണാവള്ളി പ്രദേശത്തുള്ള ആരും അപ്രകാരമുള്ള ഒരു പാശ്ചാത്യ രീതിയിലുള്ള ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് അവരുടെയൊക്കെ ആദ്യമായിട്ടുള്ളൊരു അനുഭവമായി. ഇച്ചാച്ചൻ്റെ കരിയർ തുടങ്ങുന്നതും ഈ ഹോട്ടലിൽ വെച്ചാണ്. ആ ഹോട്ടല് ഇച്ചാച്ചനെ ഏൽപ്പിക്കുകയും
ഏതാനും നാള് ഈ ഹോട്ടൽ മാനേജ് ചെയ്യുകയും ചെയ്യാനിടയായി. അങ്ങനെ ഹോട്ടൽ കൈലാസത്തിന്റെ ആ മാനേജർ റോളിൽ നിന്നും ഇറങ്ങിയതിന് ശേഷമാണ് ഇച്ചാച്ചൻ ബാങ്കിങ്ങിലേക്ക് നീങ്ങുന്നത്. ഇച്ചാച്ചനെ വൈക്കം ട്രാവൻകൂർ ഫോർവേഡ് ബാങ്കിന്റെ മാനേജറായിട്ട് നിയമിക്കുകയുണ്ടായി. അപ്പോൾ ട്രാവൻകൂർ ഫോർവേഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ മുന്നോടിയായി പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു ബാങ്കാണ്. ഇച്ചാച്ചൻ എല്ലാ ദിവസവും വൈക്കത്തേക്ക് ബോട്ടിന് സഞ്ചരിക്കുകയും വൈകിട്ട് തിരികെ വരികയും നടന്ന് വീട്ടിലേക്ക് വരികയും ചെയ്തിരുന്നതായിരുന്നു ഒരു ജീവിത രീതി. ചാക്കപ്പനും ത്രേസ്യാക്കുട്ടിയും അല്ലെങ്കിൽ ഇച്ചാച്ചനും അമ്മച്ചിയും അന്ന് കുന്തറ തറവാട്ടിലാണ് താമസിച്ചിരുന്നത്. അവരുടെ മൂന്നാമത്തെ കുഞ്ഞായ ഔസേപ്പച്ചന്റെ ജനനത്തിന് ശേഷമാണ് ഇപ്പോൾ നമ്മളായിരിക്കുന്ന ഈ ഒരു ഭവനത്തിലേക്ക്, പനമ്പുകാട്ടിലേക്ക് അവർ മാറുന്നത്. അപ്പോൾ ബാങ്കിൽ ജോലിക്ക് പോയതിന് ശേഷം തിരികെ വന്നാലുടൻ ഈ വീട്ടുപണിയുടെ കാര്യങ്ങളുമായി തിരക്കിലാവുകയും അങ്ങനെ ഇച്ചാച്ചന്റെ മേൽനോട്ടത്തിലാണ് ഇവിടെ ഇരിക്കുന്ന ഈ ഭവനം ആദ്യമായി പണിയുന്നത്. ബാങ്കിലെ ജോലിക്ക് ശേഷം ഇച്ചാച്ചൻ കുട്ടികളുമായി എല്ലാ ദിവസവും രാത്രി കഥകളൊക്കെയും അന്നത്തെ റീഡേഴ്സ് ഡൈജസ്റ്റ് പോലത്തെ പല മാസികകളിൽ നിന്നും വായിക്കുകയും അത് അവരെ കേൾപ്പിച്ചു കൊടുക്കുകയും കുട്ടികളുടെ ഒക്കെയും വിദ്യാഭ്യാസത്തിനും അറിവ് സമ്പാദനത്തിനുമുള്ള ഒരു നല്ല ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ഇച്ചാച്ചൻ ആ ബാങ്ക് മാനേജർ റോളിൽ നിന്നും റിസൈൻ ചെയ്യുകയുണ്ടായി. എന്നിട്ട് സ്വന്തമായിട്ട് പോപ്പുലർ ട്രസ്റ്റ് എന്നൊരു ചിട്ടി കമ്പനി തുടങ്ങുകയായി. 1956 മുതൽ ഏകദേശം 1990 വരെയായിരുന്നു ഈ ചിട്ടി കമ്പനിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചത്. ഇച്ചാച്ചന് മൊത്തം 6 മക്കളാണ്. ചിന്നമ്മ, ലില്ലുക്കുട്ടി, ഔസേപ്പച്ചൻ, റോസമ്മ, വർക്കിച്ചൻ, കൊച്ചുറാണി. 6 മരുമക്കളുമുണ്ട്. സണ്ണി, ജോസ്, ലാലി, ജോയ്, ആന്യമ്മ, ജോസ്. 13 കൊച്ചുമക്കളാണ് ഉള്ളത്. റീന, ചാക്കോ, മരിയ, ജെയ്സൺ, പോള്, നീത, നീതു, ചാക്കോ, മരിയ, മേരിജോ, ജോവാൻ, ജോൺ, റോസമ്മ. ഈ 13 കൊച്ചുമക്കളിൽ 11 പേര് വിവാഹിതരാണ്. അതിൽ 13 ഗ്രേറ്റ് ഗ്രാൻഡ് ചിൽഡ്രനും ഉണ്ട്. അപ്പോൾ ഇച്ചാച്ചനും മക്കളും മരുമക്കളും കൊച്ചുമക്കളും അവരുടെ ഭാര്യാഭർത്താക്കന്മാരും അവരുടെ കുട്ടികളും ചേർന്ന് മൊത്തം 50 പേര് ചേരുന്നതാണ് പനമ്പുകാട്ട് കുന്തറ കുടുംബം. ഇച്ചാച്ചന്റെ പല പൊതുപ്രവർത്തനങ്ങളും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. കേരള കോൺഗ്രസ് എന്ന പാർട്ടിയുടെ തുടക്കകാലത്തെ അതിൻ്റെ മണ്ഡലം പ്രസിഡന്റായിരുന്നു. അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ സൊസൈറ്റിയുടെ പ്രസിഡന്റായിരുന്നു. പള്ളി കാര്യങ്ങളിൽ വളരെ താല്പര്യം നിറഞ്ഞ ഒരാളായിരുന്നു. അന്നത്തെ ആദ്യത്തെ കരിസ്മാറ്റിക് ധ്യാനമൊക്കെയും പാണാവള്ളി പള്ളിയിൽ കൊണ്ടുവരുന്നത് ഇച്ചാച്ചനാണ്. അതുപോലെ തന്നെ അന്ന് കാലത്ത് പോപ്പ് ഇന്ത്യ സന്ദർശിച്ച സമയത്ത് ബോംബെയിലേക്ക് വണ്ടി ഓടിച്ച് ഇച്ചാച്ചനും ഇച്ചാച്ചൻ്റെ ചില സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ പോവുകയും അവിടെ ചെന്ന് പോപ്പിനെ കാണാനൊക്കെയും ഇടയായി. ഇച്ചാച്ചന് ജീവിതത്തെക്കുറിച്ച് നല്ലൊരു വീക്ഷണമുള്ള, കുടുംബ ബന്ധങ്ങളെ ഒത്തിരിയധികം വിലമതിച്ചിരുന്ന, യാത്രകളെ ഒത്തിരി സ്നേഹിച്ച ഒരു വ്യക്തിയാണ് ഇച്ചാച്ചൻ. കുടുംബവുമായി അനേകം സ്ഥലങ്ങൾ സന്ദർശിക്കാൻ പോവുകയും അവിടെയൊക്കെയും നല്ല രീതിയിൽ സമയം ചിലവഴിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഇച്ചാച്ചൻ്റെ പാസ്പോർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒത്തിരി രാജ്യങ്ങളുടെ വിസ അതിൽ കാണുവാൻ സാധിക്കും. കാരണം അന്ന് കാലത്ത് യൂറോയിൽ പാസ് എടുക്കുകയും യൂറോപ്പിലേക്ക് ചെന്ന് അവിടെ ട്രെയിനിൽ സഞ്ചരിച്ച് യൂറോപ്പ് മുഴുവൻ കാണുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. പിൽക്കാലത്ത് അമേരിക്ക സന്ദർശിക്കാനും അവിടെ മക്കളോടൊപ്പം സമയം ചെലവഴിക്കാനും ഒക്കെ ചാച്ചന് സാധിച്ചു. ചാച്ചൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ
പ്രധാനപ്പെട്ട 2 സ്ത്രീകൾക്ക് അതിലൊരു പങ്കുണ്ട്. ഒന്ന് ചാച്ചൻ്റെ പ്രിയപത്നിയായ ത്രേസ്യ കുട്ടി, ഞങ്ങളുടെ അമ്മച്ചി. വളരെ സ്നേഹനിധിയായ, ഒരാളെക്കുറിച്ചും ഒരു മോശം അഭിപ്രായവും ഇല്ലാത്ത നല്ല ഒരു വ്യക്തിയായിരുന്നു അമ്മച്ചി. ഈ ചാച്ചൻ തൻ്റെ കരിയറും പൊതുപ്രവർത്തനവുമൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നപ്പോഴും വീടും കുട്ടികളുമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് അമ്മച്ചി മുഖാന്തരമാണ്. അമ്മച്ചി 2014 90 വയസ്സ് തികഞ്ഞാണ് മരിക്കുന്നത്. അതുപോലെ തന്നെ ആനിമ, വർക്കിച്ചൻ്റെ ഭാര്യ, ഇച്ചാച്ചനെയും അമ്മച്ചിയെയും അവരുടെ വാർദ്ധക്യകാലത്ത് കൂടെ നിന്ന് നോക്കിയത് ആനിമയായിരുന്നു. ഇച്ചാച്ചൻ്റെ ജീവിതം ശരിക്കും ക്ഷമയുടെയും മനഃശക്തിയുടെയും എല്ലാ സാഹചര്യത്തിലും ശാന്തമായി നിൽക്കുന്നതിൻ്റെയും ചിട്ടയായ ഒരു ജീവിതം നയിക്കുന്നതിൻ്റെയും ഒക്കെ ഒരു സാക്ഷ്യം കൂടിയായിരുന്നു. അതുതന്നെയാണ് ഇച്ചാച്ചൻ്റെ ദീർഘായുസ്സിന് പുറകിലെ ഒരു കാരണവും. എല്ലാത്തിനുപരി ഇച്ചാച്ചന് ദൈവവുമായിട്ട് വ്യക്തിപരമായിട്ടുള്ളൊരു ബന്ധമുണ്ടായിരുന്നു. പലപ്പോഴും നമ്മൾ ഇച്ചാച്ചൻ്റെ മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇച്ചാച്ചൻ ദൈവവുമായി മനസ്സിൽ സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ആ ദൈവമാണ് ഇച്ചാച്ചന് ഇത്രയും ദീർഘായുസ് നൽകി അനുഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ ആ ദൈവത്തിന് ഞങ്ങളുടെ നന്ദി ഞങ്ങൾ പറയുകയാണ് ഈ സമയം. ഇച്ചാച്ചന് ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നു. ഈ ആഘോഷത്തിൽ കടന്നു വന്ന എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. ആണോ? ഇപ്പോഴാ ഈ ഹിപ്പ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് 95 വയസ്സാന്ന് മറന്നു പോയാ? ഹിപ്പ് റീപ്ലേസ്മെന്റ് കഴിഞ്ഞ സൂപ്പർമാൻ 95 ഇയർ ഓൾഡ് അല്ലേ? ഹിപ്പ് റീപ്ലേസ്മെന്റ്. ഞാൻ ഹെൽപ്പ് ചെയ്യാ. ഞാൻ എടുത്ത് കോരി തരാം. എൻ്റെ ചെരുപ്പിട്ടുണ്ടോ വരട്ടെ? മതി ഞാൻ ചെയ്താൽ മതി. പോ.